പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോളേജിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ കോളേജിലുണ്ട്. ഞാൻ നമ്മളുടെ H2C ക്ലാസ് +2 H2C ക്ലാസ്സിലാണ് നിലവിൽ നിൽക്കുന്നത്. ഇവിടെ ഓഡിറ്റോറിയം നമ്മൾ ഏകദേശം എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ച 14, 15, 16, 17, 18, 19 തീയതികൾ ഇവിടെ പരീക്ഷയാണ്. പരീക്ഷയെ ബന്ധപ്പെട്ട് +1 +2കാർക്ക് പരീക്ഷ ആയതുകൊണ്ട് അവരുടെ നമ്മൾ ഏകദേശം ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓഡിറ്റോറിയത്തിൽ. അതേപോലെ തന്നെ താഴെ ക്ലാസ്സുകളിലൊക്കെ +1 +2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അനുമാഷ് വന്നിട്ടുണ്ട്. അനുമാഷ് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ, ഇന്നിപ്പോൾ കുറച്ചധികം പരിപാടികൾ നമ്മളെ പ്ലാനിങ്ങിലുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പറയാം. ഇന്നിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 14 മുതൽ 19 തീയതി വരെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കമാനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെയ്തു വെച്ചു. രാവിലെ മുതൽ ഉച്ച വരെ +1 +2കാർക്ക്, രാവിലെ മുതൽ ഉച്ച വരെ +1 +2കാർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, സെക്കൻഡ് ഇയറിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അവർക്ക് പരീക്ഷയാണ്. അപ്പോൾ അതിൽ +1 +2കാരുടെ റെഗുലർ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ, ഈ വർഷത്തെ ക്ലാസ്സുകൾ അവസാനിച്ചു. +1കാരുടെ ക്ലാസ്സുകൾ അവസാനിച്ചു. +2കാരുടെ ക്ലാസ്സുകൾ ഇന്നത്തോട് കൂടിയിട്ട് എല്ലാ ക്ലാസ്സുകളും അവസാനിച്ചു. ഇനി ക്ലാസ്സുകളില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇനി ഒരു ക്ലാസ് വെച്ചാൽ മാത്രമാണ് കുറച്ചുണ്ടാവുക. ബാക്കി എല്ലാ ക്ലാസ്സുകളും +2 അവസാനിച്ചു. അവരുടെ അവസാന ദിനമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വിഷമമുള്ളൊരു സമയം കൂടിയാണ്. അവരെ സംബന്ധിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് അവരുടെ ക്ലാസ്സുകൾ അവസാനിച്ചു. ഇനി റെഗുലർ ക്ലാസ്സുകളില്ല. ഈ ക്ലാസ്സുകളിലൊന്നും അവർക്ക് ഇരിക്കാൻ കഴിയില്ല. പരീക്ഷയാണ്. പരീക്ഷയുടെ ബാക്കിയുള്ള ഒരുക്കമാനങ്ങൾ അവർ ചെയ്യുക, മോഡൽ പരീക്ഷ എഴുതുക, അതേപോലെ ഇനി ഒരു സ്പോർട്സോ എന്തോ അവർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ സെൻഡ് ഓഫും, മെയിൻ പരീക്ഷയും സെൻഡ് ഓഫും കഴിഞ്ഞ് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അവസാനിക്കും. എന്തായാലും റെഗുലർ ക്ലാസ്സുകൾ ഇന്നത്തോട് കൂടിയിട്ട് അവസാനിച്ചു. +1കാരെ സംബന്ധിച്ച് റെഗുലർ ക്ലാസ്സുകൾ അവസാനിച്ചു. 14 മുതൽ 19 വരെ അവർക്ക് +1 മോഡൽ പരീക്ഷയാണ്. അവരുടെ മെയിൻ പരീക്ഷ ജൂണിലാണ്. അപ്പോൾ അതാണ് അവരെ +1 കാലഘട്ടം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് പറയുന്നത് +2കാരുടെ അവസാനിച്ചു എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂമാനിറ്റീസുകാർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. കൊമേഴ്സിലാണെങ്കിൽ നമ്മൾ നല്ല കമ്പനികളുള്ള ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ച് അവരുടെ 2 വർഷ കലാലയ ജീവിതം, അവരുടെ സ്കൂൾ ജീവിതം കഴിയുന്നു. അതാണ് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ എന്നുള്ള എല്ലാ ഈ ഒരു കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് +2 കാലഘട്ടം അല്ലെങ്കിൽ +1 കാലഘട്ടം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ടൈം പീരീഡാണ്. അത് അവസാനിക്കുന്നു, അത് കഴിയുന്നു. അവരുടെ സൗഹൃദങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശത്തോട് കൂടിയിട്ട്, ഈ ഒരു ദിവസത്തോട് കൂടിയിട്ട്, നമ്മളെ റെഗുലർ ക്ലാസ്സോട് കൂടിയിട്ട് അവസാനിക്കുന്നു. ഇനി അവർക്ക് പരീക്ഷകൾ, ബാക്കിയുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഡിഗ്രി തേർഡ് ഇയേഴ്സ് എടുത്ത് പറയേണ്ട ഒരു ടീമാണ് ഡിഗ്രി തേർഡ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് നമ്മൾ സെൻഡ് ഓഫിൽ കുറേ പറയാനുണ്ട്, വാഴ്ത്തി പാടാനുണ്ട്. അത് സത്യമുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ കേൾക്കുകയെന്നറിയാം. എന്നാൽ നമ്മുടെ സെൻഡ് ഓഫിന് വേണ്ടി പ്രത്യേകം, അതായത് അവരുള്ളപ്പോൾ അവരെ കുറിച്ച് പറയുമ്പോഴാണല്ലോ ഒരു രസം. അതെ, ബാക്കി അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ വളരെ കുറച്ച് ഇല്ല ഇപ്പൊ ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അവരെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാത്തിൻ്റെ ഒരു പൂർത്തീകരണം പോലെ എല്ലാ കാര്യങ്ങളൊക്കെ അവർ ഉഷാറാണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ വാക്കുകളില്ല അവരെ കുറിച്ച്. അല്ല, അതിനെ ഒരു ഉദാഹരണമാണല്ലോ. അതാണ്ടോ ഈ ഒരു ഏരിയ മുഴുവൻ സെറ്റ് ചെയ്തത്, അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു. അതായത് എന്തെങ്കിലും പ്രവർത്തനത്തെക്കാട്ട് ഉപരിയായിട്ട് ഇപ്പൊ അവരിങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് വേറെ എന്തൊക്കെയോ നമുക്ക് പറയാം. അതായത് നമുക്ക് പ്രവർത്തനത്തിന്റെ ബേസ് ചെയ്തിട്ട് മാത്രമൊന്നുമില്ല, ഒരു സ്നേഹബന്ധവും ഒരു അടുപ്പം, ഒരു എന്ത് വേണിച്ചാൽ നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ പറയില്ല ഒരാളെ കുറിച്ച്, അതുപോലെ വളരെയധികം നല്ലൊരു ആത്മബന്ധമാണ് അവരായിട്ടുള്ളത്. അപ്പോൾ അവർ പോവാന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ, അതായത് ടീച്ചർമാരെ കുറിച്ച് പറയാം, ടീച്ചർമാർക്ക് വിഷമം പാടില്ല എന്ന് പറയാം. ഞങ്ങളെന്താ വെച്ചാൽ ടീച്ചർമാർ സാധാരണ ഇമോഷൻസ് ഇല്ലാത്തവരാണ്. കാരണം നമുക്ക് ഒരാളോടും, അതായത് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരാളോട് മാത്രം, അല്ലെങ്കിൽ ഒരു ബാച്ചിനടുത്ത് മാത്രം സ്നേഹം കാണിക്കാനായിട്ട് പാടില്ല എന്നാണ് സാധാരണ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അതിലുപരിയായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി, അങ്ങനെയാണെങ്കിലും നമുക്കെന്താണെന്ന് വെച്ചാൽ അവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയല്ല, അവരെക്കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല. അതായത് അവർ എല്ലാ കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളോടൊപ്പം അവർ യാത്രയിലായിരുന്നു. അതിൽ 1-2 വർഷം, ഒരു 1.5 വർഷത്തോളം നമുക്ക് കോവിഡായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് അവർ വീണ്ടും പഴയ ട്രാക്കിലേക്ക്, അതായത് ഏകദേശം 1 വർഷത്തോളം ക്ലാസ്സൊക്കെ നഷ്ടപ്പെട്ട് കോളേജിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണെങ്കിലും അവർ വന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സെറ്റായി. എല്ലാ കാര്യങ്ങൾക്കും അവർ യഥാർത്ഥത്തിൽ ശരിക്കും ഒരു തേർഡ് ഇയേഴ്സ് ആയിട്ട്, ഒരു സീനിയേഴ്സ് ആയിട്ട് അല്ലെ അതായത് നമ്മുടെ കോളേജിലെ ശരിക്കും മെയിൻ ആൾക്കാരായിട്ട് അവർ മാറുകയാണ് അവരുടെ പ്രവർത്തനം കൊണ്ട്. സാധാരണ നമ്മൾ സീനിയർ എന്ന് പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, അവരെ പേരിലുപരിയായിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് വരെ അവർ സീനിയേഴ്സായിട്ടും മാതൃകയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ എത്ര വാക്കുകൾ കൊണ്ട് അവരെ പറഞ്ഞാലും ഒന്നും ആവില്ല.
അത് അതിന്റെ അപ്പുറത്തേക്കാണ്, വാക്കുകൾക്ക് അപ്പുറമാണ്. നമുക്ക് ചില കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവരോട് എല്ലാവരെയും നമ്മളൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടിയവരും ചിലവർ മാറി നിന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കുണ്ടായ ഒരു ഭാഗ്യം അവരെയൊക്കെ പഠിപ്പിക്കാൻ, ഫസ്റ്റ് ഇയറിൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഏകദേശം എല്ലാവരെയും ഒരു ക്ലാസ്സെങ്കിലും അത്യാവശ്യം ഒരു ക്ലാസ്സെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അവരുടെ പ്രവർത്തനം, അതായത് ഫസ്റ്റ് ഇയർ ഞാൻ ക്ലാസ് പോകുന്ന സമയത്തും ആദ്യത്തെ കുറച്ച് അങ്കലാപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും അവർ പഠന കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം തന്നെ, ബാക്കി പഠന കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും ഇതില് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെൻഡ് ഓഫിന് ചിലപ്പോൾ നമ്മളൊരു കുറേ സമയം ചിലപ്പോൾ ഒരു വീഡിയോ, ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ തന്നെ ചിലപ്പോൾ അവരെ കുറിച്ച് ചെയ്യാനുണ്ടാവും. എന്തായാലും ഇന്നത്തെ ഒരു വളരെ വിഷമമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ബാച്ചുകളെ കുറിച്ചാണ്. ഒന്ന് +2, ഒന്ന് ഡിഗ്രിയാണ്. അതിൽ ഡിഗ്രിക്കാരെ കുറിച്ച് നമുക്ക് ഒരുപാട് എടുത്ത് പറയേണ്ടത്. ഞാൻ +2കാരെ കുറിച്ച് പറഞ്ഞു, അവരെ നമ്മൾ എടുത്ത് പറയാതിരിക്കില്ല. +2കാരെ നമ്മൾ ഒന്നും കൂടി ഒന്ന് സൂചിപ്പിക്കാം. അനുമാഷം ഒന്ന് പറയും. +2കാരെ കുറിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് അവരെ കുറിച്ച് വലിയ പരിചയമില്ല. പക്ഷേ ഞാൻ കാണാറുണ്ട് മിക്കവാറും, അതായത് സജി മാസ്റ്റർ ഒപ്പം ഇരിക്കലും അവർ തമ്മിൽ ഒരുപാട് നിമിഷങ്ങൾ ഷെയർ ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പഠന സംബന്ധമായിട്ട് അത് കുറച്ചും കൂടി നമുക്കറിയാം. +2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് പഠന സംബന്ധമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ്. അവരെ നമുക്ക് ബാക്കി ഒന്നിലേക്കും കിട്ടാത്തതിന് കാരണം ഇപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക് ടെൻഷൻസാണ്, പരീക്ഷ എങ്ങനെ എഴുതാം, അതാണ് അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ്റെ, അതായത് ശരിക്കും അവർ തീച്ചൂളയുടെ മുകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അവർക്ക് വേറെ പ്രവർത്തനങ്ങൾക്ക് നമ്മളൊപ്പം കൂടാനായിട്ട് സമയമില്ല. അപ്പോൾ +2കാരെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം അവരെ മിസ് ചെയ്തു. അതായത് നമുക്ക് ഇതായതുകൊണ്ട്, കോവിഡ് ആയതുകൊണ്ട് കൃത്യമായിട്ട് അവർ നമ്മുടെ കയ്യിലേക്ക്, നമുക്ക് ഏകദേശം അവർക്ക് ഒരുപാട് പരിപാടികൾ കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ നമുക്ക് നടന്നിട്ടില്ല. അപ്പോൾ അവരും ഇവിടുന്ന്, അതായത് ഈ മരത്തിലെ, അതായത് MES എന്ന ചെറിയ മരം, ചെറുതോ വലുതായ മരം, ആ മരത്തിലെ അവരും കുറച്ചു കാലം ഇലകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലകളും ഏകദേശം ഇന്നത്തോട് കൂടിയിട്ട് കൊഴിഞ്ഞു വീണിരിക്കുകയാണ്. അതായത് കൊഴിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ അടുത്ത ഇലകൾ വരണമെങ്കിൽ അത് പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് മരങ്ങളൊക്കെ നമ്മൾ കണ്ടുണ്ടാവും, ചില സമയത്ത് നന്നായിട്ട് നല്ല ഇലകൾ ഉണ്ടാവുന്നത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഇലകളൊക്കെ കൊഴിയും, പുതിയ ഇലകൾ വരും. അപ്പോൾ നമ്മളങ്ങനെയാണ്, അതായത് ഇങ്ങനെ മാറിക്കൊണ്ടേ, അതായത് പ്രകൃതിയുടെ ഒരു നിയമം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പ്രകൃതിയുടെ നിയമമായിട്ട് പറയുക ചേഞ്ചസ് ഉണ്ടാവുന്ന പറയാം, മാറ്റങ്ങൾ, അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെ, അതായത് ആ മാറ്റത്തിൻ്റെ ഭാഗത്തിലേക്ക് അവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ഉണ്ടാവുന്ന സമയം വരെ അവർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ അവർ സജീവമായിട്ട് ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ അവരിനി ഡിഗ്രിക്ക് ഇവിടേക്ക് വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ, അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ ഇനി അവരെ കണ്ടുമുട്ടാവുന്ന, അതായത് നമ്മുടെ കോളേജിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും ഉണ്ടാവുന്ന ഒരു ആഗ്രഹം കൂടി ഈ അവസരത്തിൽ പറയണം. അപ്പോൾ +2കാർക്കും എല്ലാ വിജയാശംസകളോ എന്താ ഇനി പറയാൻ നമുക്കറിയില്ല. അവരെയും നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നു. സത്യം. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ +2കാരെ സംബന്ധിച്ച് നമ്മൾ ഇതിൽ +1 കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, +2 എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ +1, +2 വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ വളരെ ഡിസിപ്ലിനായിട്ട് പോകുന്നുണ്ട്. അവരെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ അവരെടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒക്കെ അവർ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. പരീക്ഷ നന്നായിട്ട് എഴുതുക, പഠിക്കുക, അതേപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അവരുടെ പാഠ്യേതര വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ നന്നായി പഠിച്ചു, അനുമാഷ് പറഞ്ഞവരെ പഠിച്ച് നന്നായി പാസ്സാവുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും അവിടെ അനുമാഷല്ല ഇവിടെ അനസാർ വരുന്നുണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? സംഭവം പറയാണ്ടാവും. കാരണം ടൂറൊക്കെ പോണ സമയത്ത് അതായത് തേർഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എപ്പോഴും ഇങ്ങനെ അനസാറിന്റെ ശരിക്കും പറഞ്ഞ ഒരു സുഹൃത്തിനെ പോലെയാണ്. ആദ്യം എന്താ പറയുക, ആദ്യം +2കാരെ കുറിച്ച് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചെറിയ കുട്ടികളും തുടങ്ങി. +2കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ +1 ഞാനൊരു ഒട്ടുമിക്ക ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് കയറിയില്ല. അതുപോലെ കൊമേഴ്സിലും പൊളിറ്റിക്സാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ മക്കളധികം കിട്ടിയിട്ടില്ല നമുക്ക്. വളരെ കുറച്ച് കിട്ടിയുള്ളൂ. പിന്നെ +2 ആയപ്പോൾ നമ്മളെന്തായി +1 ചാർജ് വീണ്ടും. അപ്പോൾ അവർ വല്ലാതെ കിട്ടിയില്ല. പക്ഷെ എങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ മക്കൾ സമ്മാനിച്ചിട്ടുണ്ട്. ചില മുഖങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, മറന്നിട്ടില്ല. അതുപോലെ ഡിഗ്രിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തേർഡ് ഇയേഴ്സ് എക്കണോമിക്സ്, BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, അവരെയൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് BA എക്കണോമിക്സ് ഞാൻ വന്ന വർഷം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ് കൂടിയാണ്. ആ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. 10-60 കുട്ടികളൊക്കെ ആയിട്ട് ഒരു വേറെ വൈബായിരുന്നു. കോളേജിൽ തന്നെ ഞങ്ങളൊരു വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വേണമല്ലോ. പക്ഷേ ചെറിയ ആളാണെങ്കിലും വലിയ വിപ്ലവങ്ങളുടെ മെയിൻ ആളാണ്. മറ്റേ അവര് ഒരുപക്ഷെ
എനിക്ക് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും വിടില്ല, ഓർമ്മകളും വിടില്ല, അവരെയും നമ്മൾ എന്ത് ചെയ്യില്ല, മനസ്സിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളും അവരെ ഉപേക്ഷിക്കില്ല. എന്നപോലെ തന്നെയാണ് തിരിച്ചും നമ്മൾ കരുതുന്നു. ആൻഡ് അതുപോലെ ഇപ്പോൾ ലാസ്റ്റായ നമ്മൾ ഇപ്പോൾ ഈ ലാസ്റ്റ് വർഷമാണ് ബി ഹിസ്റ്ററിയിൽ ക്ലാസ് കിട്ടിയത്. അവർ ഈ പറഞ്ഞ പോലെ നല്ല മക്കളാണ്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അവിടേക്ക് പോകുന്നതും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതൊക്കെ നമുക്ക് അന്ന് ഫസ്റ്റ് ബി എക്കണോമിക്സിൽ നമുക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് നഷ്ടപ്പെട്ട പല സന്തോഷങ്ങളൊക്കെ തിരിച്ചു കിട്ടിയ പോലെയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുകൂട്ടരും നമുക്ക് നല്ല വൈബാണ്. മക്കളെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മൾ മറക്കില്ല, അവർ ഓർമ്മയിൽ നമ്മൾ എന്നും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബികോമാരെന്നൊക്കെ പറഞ്ഞാൽ ബികോമാരെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേക 2 ബോഡി ഗാർഡ്സ് ഒക്കെ വച്ചിട്ട് വേണ്ടിയിട്ടില്ല. എന്നാലും അവർക്ക് മനസ്സിലാവും. എപ്പോ പോയാലും അപ്പുറത്തും ഒരു തടിയില്ലാത്ത കുട്ടികൾ 2 പല്ലന്മാരുണ്ട്. അവന്മാരുണ്ടാളും. അതുപോലെ തന്നെ അവന്മാര് പ്രത്യേകം പറയേണ്ടവരാണ്. അതേപോലെ തന്നെ വേറെയും നമ്മളെ ചെക്കന്മാര് ഉഷാറാണ്. പേരെടുത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും പറയേണ്ടത് അവരെ ക്ലാസ്സിൽ നമ്മൾ കയറിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഒരുപാട് ബന്ധങ്ങളാ ക്ലാസ്സിലുണ്ട്. നല്ല നല്ല ചെക്കന്മാരായാലും ഇപ്പോൾ ഗേൾസ് ഇപ്പോൾ നമ്മളെ ചിത്രം വരച്ച റംസിയ അല്ലേ, എടുത്ത് പറയേണ്ട കാര്യം അൻസാറുടെ മനോഹരമായ ചിത്രമൊക്കെ വരച്ചിട്ട് നമ്മള് വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളവിടെ കയറിയിട്ടില്ലെങ്കിൽ കൂടി നമ്മളെയും നമ്മൾ തിരിച്ച് അവരെയും ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നിപ്പോൾ വേറെ ക്ലാസ് എന്ന് പറയാനല്ലേ വേറെ ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് പറഞ്ഞ പോലെ ഞാൻ കയറിയിട്ടില്ല. പക്ഷെ എങ്കിലും എന്താണ് അതിലും നമുക്കറിയുന്ന ഒരുപാട് നല്ല കുട്ടികളുണ്ട്. ഇപ്പം കിരണൊക്കെ അല്ലേ, കിരണൊക്കെ ക്ലാസ്സിലാണ്. കിരണൊക്കെ നമുക്ക് എന്താണ് എവിടെ വെച്ച് കണ്ടാലും ഇപ്പോൾ പുറത്തുനിന്നായാലും ശരി അവൻ നമ്മളോട് വന്ന് സംസാരിക്കും. അപ്പോൾ അതൊക്കെ ആ ബന്ധങ്ങളൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ വിടില്ല. അതുപോലെ മക്കളും എന്ത് ചെയ്യാതിരിക്കട്ടെ, മറക്കാതിരിക്കട്ടെ, എല്ലാവരും നല്ല അത്യുന്നതങ്ങളിലേക്ക് എത്തട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മളെക്കാൾ വലിയ അല്ലേ, നമ്മളിപ്പോൾ കുറേ വലുതായി വളരേണ്ടത് നിങ്ങളാണ്. ഇംഗ്ലീഷുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക്, അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് അവരോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു സമയം നമുക്കും കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷുകാരോടൊപ്പം. അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കണം. വീക്കുമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഹിസ്റ്ററിയിൽ എനിക്ക് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൻ്റെ അവരെയും പ്രത്യേകം, അവരുടെ ടീമെന്നൊക്കെ പറഞ്ഞാൽ സെറ്റപ്പ് ടീമാണ് അല്ലേ, ഉഷാറ് ടീമാണ്. ഹിസ്റ്ററിക്കാരെ നമുക്കൊന്നും പറയാനില്ല, അവരോട് എപ്പോഴും നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്തെങ്കിലും പരിപാടിയുടെ കാര്യമൊക്കെ ഒന്ന് പറയേണ്ട ആവശ്യമുള്ളൂ, അപ്പത്തിനും അവരെന്നെ ഇങ്ങോട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് മെയിൻ എടുക്കുന്ന പാവപ്പെട്ട ഒരു അധ്യാപകനാണ്. ഇംഗ്ലീഷുകാരെ കുറിച്ച് പറയാതിരിക്കാൻ അതെ, അതായത് എണ്ണത്തിൽ കുറവാണെങ്കിലും അവര് വണ്ണത്തിലും കരുത്തിലൊക്കെ വളരെ ഉഷാറാണ്. ക്രിസ്മസിന്റെ പരിപാടിയിൽ ഗംഭീര ടീമാണ് അവര്. ഗംഭീരമായിരുന്നു. കാരണം അത് ആദ്യമൊക്കെ അവരിങ്ങനെ മെല്ലെ, അതായത് ഫസ്റ്റ് ഇയറിൽ അവർ എല്ലാ പരിപാടിക്കും ഉഷാറായിരുന്നു. പിന്നീട് ഇങ്ങനെ കോവിഡും കാര്യങ്ങളൊക്കെ പല തിരക്കുകളിലായി. പക്ഷെ ക്രിസ്മസ് പരിപാടിക്ക് അവർ വീണ്ടും ഒരു വൻ തിരിച്ചുവരവ് നടത്തി. അപ്പൊ അങ്ങനെ അവരെ പ്രത്യേകിച്ച് ഒരാളെ മാത്രമായിട്ട് എടുത്ത് പറയുന്ന ആ ടീമിനെ മുഴുവൻ അവർ പൊതുവെ സൈലന്റ് ആണ്. ഇംഗ്ലീഷുകാർ അങ്ങനെയാണ്, ഞങ്ങൾ അച്ചറയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വരാറില്ല. ഞാൻ എന്തായാലും ഇപ്പൊ ഇതില് പറഞ്ഞ് വിട്ടുപോയ ആരുമില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യാൻ പറയും, +1 നമുക്ക് എന്താ വെച്ചാൽ +2 ഡിഗ്രി എല്ലാവരെ കുറിച്ചൊന്ന് പറയണം. അതിൽ +2 കാരിൽ ഓരോ ക്ലാസ്സിനാണ് നിങ്ങളിത് വെള്ളം പിടിച്ചിട്ട് വരിക. അപ്പോഴേക്ക് ഞാൻ ഇവരെല്ലാവരും വിശദമായിട്ടൊന്ന് സൂചിപ്പിക്കുക. അതിൽ കൊമേഴ്സുകാരെ കുറിച്ച് ഒന്ന് പറയാം. +2 കൊമേഴ്സുകാരെ കുറിച്ച് C2A, C2B, C2C അതാണ് +2 ഉണ്ടായിരുന്നത്. അവർ +1 C1A, C1B, C1C, C1D 4 ക്ലാസ്സുകളിൽ നമ്മൾ കുറേ കട്ട കമ്പനികളുണ്ട്, നല്ല നല്ല കമ്പനികളുണ്ട്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് നല്ല കമ്പനികൾ നമ്മൾ കൊമേഴ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും ചേർത്ത് വയ്ക്കുന്നു. അവസാന നിമിഷം അവർ ക്ലാസ്സുകൾ ഒക്കെ അവർക്ക് മിസ് ചെയ്യുന്നത് നമുക്കറിയാം. എത്ര ഡിസിപ്ലിൻ ആണെങ്കിലും എത്ര നമ്മളങ്ങനെ പോകുന്നുണ്ടെങ്കിലും അവരുടെ സൗഹൃദം, അവരുടെ എൻജോയ്മെൻറ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസുകാർ H1A, H1B, H1C, H1D ഈ 4 ക്ലാസ്സുകളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ എയിലാണെങ്കിൽ എനിക്ക് ക്ലാസ് ചാർജ് ഉണ്ടായിരുന്നു. B, C, D ഞാൻ അവിടെ ക്ലാസ് എടുത്തിരുന്നു. വളരെ നല്ല കുട്ടികളാണ്, ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് ചാർജ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാനും അതേപോലെ തന്നെ അവർ വളരെ നന്നായിട്ട് നമ്മളോട് സഹകരിച്ചു. വളരെ അടിപൊളി കുട്ടികളാണ്. എയും ബിയും സിയും ഡിയും എന്നുള്ളതൊക്കെ നമ്മൾ എത്ര അവരെ കുറ്റപ്പെടുത്തിയാലും എത്ര നമ്മൾ അവരെ തല്ലിയാലും ചീത്ത പറഞ്ഞാലും ഒരിക്കലും അത് എന്നോടൊരു വൈരാഗ്യത്തോടെ ദേഷ്യത്തോടെ എടുത്തിട്ടില്ല. ഞാൻ അവരെ കുട്ടികളെ തല്ലിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചോരടക്കം വന്നിട്ടുണ്ട്. അത്രയും ഇതായിട്ട് പോലും അവർ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. വളരെ നന്നായിട്ട് പോകുന്നു. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള അവർ മനസ്സിൽ
മനസ്സിലാക്കുന്നു. അതാണ് ഹ്യൂമാനിറ്റീസുകാരോട് കോമേഴ്സുകാർ നമ്മളെ ചേർത്ത് വയ്ക്കുന്നു. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ തേർഡ് ഇയേഴ്സിൽ പറഞ്ഞ പോലെ ബികോ എപ്പോഴും ഞാൻ പറയുന്നതാണ് ആൺകുട്ടികളുടെ സ്ട്രെങ്ത്ത്. അതേപോലെ പെൺകുട്ടികൾ റംസിയ ടീം, അവരൊക്കെ അടങ്ങുന്ന ആ കാവ്യൻ ടീം, അവരൊക്കെ അടങ്ങുന്ന ആ ടീം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സപ്പോർട്ടീവായിരുന്നു. പെൺകുട്ടികളാണെങ്കിൽ ഡാൻസിനും മറ്റു പ്രോഗ്രാമിനൊക്കെ നമ്മളെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നൊരു ടീമാണ്. അതേപോലെ തന്നെ ചെക്കന്മാരാണെങ്കിൽ ഷോയിബ്, അതേപോലെ അഫീൽ, ആ ടീം അടങ്ങുന്ന അശ്വൻ, ആ ടീം മുഴുവൻ അവരെല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ മുഴുവൻ ടീം തേർഡ് ബികോം എയിലെ മുഴുവൻ ടീമും വളരെ നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് അവരെല്ലാ കാര്യത്തിലും. നമ്മളിപ്പോൾ ഓരോ അവസാന ഘട്ടം വരെ ഓരോ പ്രവർത്തനത്തിലാണെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൂറ് ഗംഭീരമായിരുന്നു. അവരുടെ ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട്. എന്തായാലും സെൻഡ് ഓഫിന് എന്തായാലും ഗംഭീരമായിട്ടുള്ള വീഡിയോ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബികോം ബിക്കാർ പെൺകുട്ടികളുടെ ക്ലാസ്സാണ് കാവ്യൻ ടീം, കൃഷ്ണപ്രിയ ടീം, KPN ടീം, അവരൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ള, നമ്മൾ ഫസ്റ്റ് ഇയർ മുതലേ ആക്റ്റീവാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ മുഴുവൻ സമയം ആക്റ്റീവായി നമ്മളെല്ലാ പ്രോഗ്രാമുകളും നിൽക്കുന്ന ക്യാമ്പിനൊക്കെ കൃഷ്ണപ്രിയൊക്കെ വളരെ ബെസ്റ്റ് വളണ്ടിയറായിട്ട് തിരഞ്ഞെടുത്താണ്. അവരും നമ്മളെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ പ്രോഗ്രാമുകൾക്ക്. അതേപോലെ തന്നെ നമ്മളെല്ലാ ആക്ടിവിറ്റീസും നമ്മളൊപ്പം നിന്നിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനത്തിന് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ബാച്ച് കടന്നു പോകുന്നു എന്നുള്ളതാണ് അവരുടെ അവസാന ദിവസമായിരുന്നത്. അതേപോലെ തന്നെ സി ബാച്ച്, സിയിൽ നമ്മളെല്ലാ കുട്ടികളും, സിയിലാണെങ്കിൽ പെൺകുട്ടികളും മുഴുവൻ ആക്റ്റീവായിട്ടുള്ള ഒരു വമ്പൻ ടീം തന്നെയുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്ന 2 പേര്. അതേപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ഡാൻസേഴ്സ്, പാട്ട്, ഗ്രീഷ്മൻ ടീം, ആ ടീമുകൾ, അതേപോലെ തന്നെ രഞ്ജിത, കൃഷ്ണപ്രിയൻ ടീം, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ടൂറിന് നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് നല്ല ആളുകളുണ്ട്. അതേപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിലും മധു ആണെങ്കിലും സുനിലാണെങ്കിലും ആ ടീം, അവരെല്ലാവരും, ഞാൻ ഓരോരുത്തരുടെ പേര് പറയില്ല, ഒരു ടീമൻ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവരൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും, പാലിയേറ്റീവ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രോഗ്രാം ആയിക്കോട്ടെ, കോളേജിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിക്കോട്ടെ, പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, ടീച്ചേഴ്സിന് എന്തെങ്കിലും ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മളോട് സഹകരിച്ച ആളുകളാണ്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ അതാണ് ഇപ്പോൾ എയും ബിയും സിയും പറയാനുള്ളത്. എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പറയേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി ആണെങ്കിൽ ദേവൻ ടീം, ആ മണികണ്ഠൻ, അവരെല്ലാ ടീമും നമ്മളോട് വളരെ നന്നായിട്ട് സഹകരിച്ച ആളുകളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ കയറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ടൂറിന് അവരൊപ്പം പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സിൽ ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ സുനിയൊക്കെ ആണെങ്കിലും ഒരുപാട് നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ക്യാമ്പിനാണെങ്കിലും ആ ക്യാമ്പിന് വന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തു, റെഡ് എക്കണോമിക്സിൽ സുനി കൊളക്കാടല്ല, അവനാണ് നമ്മളെ എന്ത് ചെയ്തത്, സുനീഷ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് പേര്, അസ്വലിഷ് ബാൻ ടീം, ആ ബാക്കി ആളുകളൊക്കെ നമ്മളോട് വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. ഏറ്റവും നന്നായിട്ട് തന്നെ പോയി. അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. തിരിച്ചും ആ സ്നേഹം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷുകാരാണെങ്കിലും, ഇംഗ്ലീഷ് തുടക്കത്തിൽ അനുമാഷ് പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് വന്നതിന് ശേഷം ഒന്നൊരു ഡൗൺ ആയി. പിന്നീട് ക്രിസ്മസ് വന്നപ്പോൾ ഗംഭീരമായിട്ട് തിരിച്ചുവരവ് നടത്തി. ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ അവർ കയറ്റി. അപ്പോൾ അവരെല്ലാവരും തേർഡ് ഇയേഴ്സ് എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയൊരു സെക്കൻഡ് ഇയേഴ്സും വളർന്നു വരട്ടെ എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഇയേഴ്സും അങ്ങനെ ആവട്ടെ. ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും എല്ലാവരും ഇവരൊക്കെ ഇപ്പോൾ ഇറങ്ങിപ്പോയ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരു പഴഞ്ചൊല്ല് പറയുന്നത് മഞ്ഞ പ്ലാവിലകളാണ് അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊഴിഞ്ഞു വീണ് പോയി. ഇനി പച്ച പ്ലാവിലകൾ എന്ത് ചെയ്യാണ്, ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അവരും എന്ത് ചെയ്യും, ഒരു ദിവസം കൊഴിഞ്ഞു പോകും. മരത്തിൻ്റെ ഇലകൾ എന്ന പോലെ അവരും കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകുന്നവരെ ഏറ്റവും അതിഗംഭീരമായി, ഏറ്റവും നന്നായിട്ട് തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നത് മാത്രമാണ് അവരുടെ അടുത്ത് പറയാനുള്ളത്. +1 വീഡിയോ കാണുന്ന ഒരുപാട് +1 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരൊക്കെ ഇനിയും ഏറ്റവും നന്നായിട്ട് തന്നെ അവർ ആ ഒരു എക്സാം ആണെങ്കിലും അത് നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. അതേപോലെ തന്നെ അവരുടെ വെക്കേഷൻ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ, നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയട്ടെ. അത് തന്നെയാണ് അവരുടെ അടുത്ത് പറയാനുള്ളത്. എന്തായാലും നമ്മളുടെ ഒപ്പം നിന്ന എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന എല്ലാവരോടും, തേർഡ് ഇയേഴ്സിനോടും +2കാരോടും ഒരുപാട് നന്ദിയുണ്ട്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവർ പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമുക്ക് പടിയിറങ്ങി പോകുന്നത്. അവർ പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും വീഡിയോ അങ്ങനെ നീട്ടി വലിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. നമ്മളെ ഏകദേശം ഇതിൻ്റെ പരിപാടികൾ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. നമ്മളിപ്പോൾ ഇത് അവരിന്ന് സെറ്റ് ചെയ്തതാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഏറ്റവും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളൊക്കെ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോളേജിൻ്റെ ഈ ലാസ്റ്റ് എന്ത് ചെയ്തോട്ടെ, അവരൊന്ന് കണ്ടോട്ടെ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു വ്യൂ അവർക്ക് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് കോളേജിൻ്റെ മൊത്തം വ്യൂ ആണ്. ഇതാണ്ടോ, താഴ്ന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മൊത്തം ഒരു വ്യൂ. +2ൻ്റെ ഒരു വലിയ സെക്ഷനാണ് ഇവിടെ. അതേപോലെ തന്നെ ഇതാണ്ടോ, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഡിറ്റോറിയം,
ഓഡിറ്റോറിയം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കറക്റ്റാക്കി തന്നിട്ടുണ്ട്. ഓഡിറ്റോറിയം ഈ ക്ലാസ് അതേപോലെ തന്നെയാണ് അപ്പുറത്തെ ക്ലാസ്സും. ഓഡിറ്റോറിയം എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇതാണ്ടോ ഇവിടെയൊക്കെ ബെഞ്ച് ഡെസ്കൊക്കെ സെറ്റ് ചെയ്ത് അവർ റെഡിയാക്കിയിട്ടുണ്ട്. ചേച്ചി ഒരു കറങ്ങി നടക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗമ്യ ടീച്ചർ, രജിത ടീച്ചർ, ഉയര്, അതേപോലെ രജിത ടീച്ചർ, അനുസാർ, ചങ്ക്, ബിന്ദു ടീച്ചർ, അവർ ഹേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാനവിടെ ക്ലാസ്സിൽ പോയപ്പോൾ ഇതേപോലത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനത്തെ ഒരു ദിവസം അവർ കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ പേര്, ഇത് റൂം, അടുത്ത റൂമാണ്. ഇതാണ് കോളേജിൻ്റെ ഒരു മൊത്തത്തിലെ വ്യൂ എന്ന് പറയുന്നത്. അയ്യോ ഇതാണ് സ്വപ്നേച്ചി, ഇതാണ് അനുമാഷ്, ഇതാണ് ബിന്ദു ടീച്ചർ, ഇതാണ് ഇവിടുത്തെ ക്യാമറ. ഇല്ല ഇക്കോ ഇന്നെയോ അത് കോളേജിൻ്റെ അല്ലേ, ഇന്നെ എന്താ വിളിക്കണത്? നമ്മുടെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഇതാണ്ട ഞാനിവിടെ ഓഫീസ് കാണിക്കാൻ വന്ന MES കോളേജ് ചെറുപ്പളശ്ശേരി. ഇതാ ഓഫീസ് MES കോളേജ് ചെറുപ്പളശ്ശേരി പറഞ്ഞത്. ഇതാണ്ടോ അതിപ്പോൾ മാനേജർ ഇരിക്കുന്നത്, അതേപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ, അക്കാദമിക് കോർഡിനേറ്റർ ആൻഡ് ടീം. ഇതാണ്ടോ ആവശ്യമില്ലാത്ത കുറേ ടീമോടെ കയറി. സ്വപ്നേച്ചി ടാറ്റാ പോട്ടെ. 90 ഒന്നുമില്ല. പൂങ്കാറ്റിനോടും ഇതവിടെ സ്റ്റാഫ് റൂം. ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ് സ്റ്റാഫ് റൂം. ഇനി ഒരാളെയും കൂടി ഇവിടെ എവിടെ കാണിക്കാറുണ്ട്, അലിയാണ്. എന്തായാലും ഇനിയിപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഫുൾ റാക്ക് ഫുൾ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വെളിച്ചുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അവിടെ കുറച്ച് വെളിച്ചുണ്ടോ ആയിരിക്കും. എന്തായാലും പരിപാടികൾ തൽക്കാലം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ്. ഫാനിൻ്റെ സൗണ്ട് കാരണം ഇത് കേൾക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും തൽക്കാലം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ഇതാണ് നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ. ഒന്നും കൂടി നമുക്ക് പറയാനില്ല. നാളെ എന്തായാലും നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ ടൂറും കൂടിയാണ്, അതും കൂടി ചേർക്കുന്നു. വളരെ സങ്കടകരമായിട്ടൊരു ദിവസം കൂടിയാണ്, എന്നാൽ നാളെ ഒരു സന്തോഷമുള്ള ദിവസം ആണ്. അപ്പോൾ നാളെ ടൂറുണ്ട്, അത് പ്ലാനിങ് ഉണ്ട്. അതാണ് നിലവിലുള്ളത്. ബാക്കി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ വീഡിയോ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റൊന്ന വീഡിയോ നാളെ ഫ്രീ ആയിരിക്കും. നാളെ ഫുൾ എൻജോയ്മെൻ്റ് ആണ്. എന്തായാലും മറ്റൊന്ന വീഡിയോ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ പറയാം. ഓക്കെ.